ഗോഡ് ലൈഫ് നമ്മളെല്ലാ ആൾക്കാരും കുറേ നാളുകൂടി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമയാണല്ലേ ഗോഡ് ലൈഫ്. ആ ഒരു നാട്ടിൽ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ ആ കഥ ഒരു സിനിമയ്ക്ക് പുറത്ത് കൊണ്ടുവരുന്നു പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാ ആൾക്കാരും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേട്ട് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഇങ്ങനെയുള്ള ജോലിയിലൊക്കെ പെട്ടിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലസ് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ പോകുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിൽ തന്നെ ആൾക്കാരെല്ലാം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ പശ്ചാത്തലം, ഈ സിനിമ എങ്ങനെയായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കഥ എങ്ങനെയായിരിക്കും പ്ലസ് ഈ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുന്നൊക്കെയുള്ള ഒരു വലിയൊരു പ്രതീക്ഷയിൽ കയറി. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ പേര് അനൗൺസ് ചെയ്ത ആ ഒരു ടൈം മുതൽ തന്നെ എല്ലാ ആൾക്കാരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ സിനിമ റിലീസ് ചെയ്യുന്ന ടൈം വരെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആൾക്കാരെല്ലാം ഇത് കാണാൻ വേണ്ടി. എന്തായാലും ഇപ്പോൾ ആ സിനിമയുടെ ടീസറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ബ്ലസ്സിയാണ് സംവിധാനം, പൃഥ്വിരാജാണ് നായകൻ, അതേകൊണ്ട് എ.ആർ. റഹ്മാനാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വലിയൊരു ക്രൂ തന്നെയാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. അതിൻ്റെ പേരിൽ തന്നെ എല്ലാ ആൾക്കാരും ഇങ്ങനെ ഈ സിനിമ വരട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ ടീസറും കാര്യങ്ങളൊക്കെ വന്നു. അതിന് ടീസർ കാര്യങ്ങളൊക്കെ കാണാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയും, ഈ സിനിമയുടെ ആ ഒരു ടീസറിനും തൊട്ട് മുന്നിലായിട്ടുള്ള ആ ഒരു തമ്പനയിലൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു സംഭവം നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ്. കാര്യം പൃഥ്വിരാജിൻ്റെ ഒരു ചെറുപ്പകാലം, അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഈ കഴിഞ്ഞുള്ള ഒരു ഫേസ് കട്ട്, അതിനുശേഷം ഇയാൾ അവിടെ ഒരുപാട് നാളുകൾ കഴിഞ്ഞ് അവർ ആട് ജീവിതത്തിലോട്ടൊക്കെ ആയി ആ ഒരു സെറ്റപ്പിലുള്ള ഒരു ഫിഗറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതേകൂട്ടിനാണ് ആ പേര് എഴുതി കാണിച്ചിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് മനസ്സിലാവും. കാര്യം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നല്ല ഡാർക്ക് കട്ടിക്ക് വന്നതിന് ശേഷം ഇങ്ങനെ പതുക്കെ സ്ലിമ്മായി വരുന്ന ഒരു കാര്യം, ആ ഒരു രീതിയിലാണ് ആ പേരുമൊക്കെ എഴുതിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ആൾക്കാരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി. എന്തായാലും നമുക്ക് ആ ഒരു ടീസർ ഒന്ന് കാണാം. ഓക്കെ, अंदर से कोई बाहर ना जा सके, अंदर से कोई बाहर ना जा सके. ഈ ഒരു രംഗം ശരിക്കും പറഞ്ഞാലേ പറയാതിരിക്കാൻ കഴിയത്തില്ല കേട്ടോ. കാര്യം ആ ഒരു രംഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ അറിയുക, ആ ഒരു പൃഥ്വിരാജിൻ്റെ ആ ഒരു പഴയ ആ ഒരു കോലത്തിൽ നിന്നൊക്കെ എത്രത്തോളം ഞാൻ വിരൂപനായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു സെറ്റപ്പൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കണ്ണാടിക്കകത്ത് നോക്കിക്കൊണ്ട് ആ ഒരു പൃഥ്വിരാജ് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു രംഗം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ തട്ടുന്ന രീതിയിലുള്ളൊരു വലിയൊരു രംഗം തന്നെ ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രംഗം കേട്ടോ. രക്ഷയില്ല. ബാക്കിയോട് നമുക്ക് എന്തായാലും കാണാം. से कोई बाहर ना जा सके. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടീസർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു അത്രത്തോളം എനിക്കൊന്ന് എഫർട്ട് എടുത്തിട്ടാണ് പൃഥ്വിരാജ് ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത്. ഇനി ഇതേ കൂടെ ഒരു സിനിമയ്ക്ക് വേണ്ടി എഫർട്ട് എടുക്കത്തില്ലെന്നും പൃഥ്വിരാജ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം. കാര്യം ഞാൻ സൗദി അറേബ്യയിൽ 10 വർഷത്തോളം ജോലി ചെയ്ത ഒരാളാണ്. എനിക്കറിയാം, ഞാൻ ഈ ഡ്രൈവിംഗ് ഫീൽഡിൽ നിന്ന് പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഞാൻ ആ ഒരു പല സ്ഥലങ്ങളിലും വെച്ച് കാണുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ട് തന്നെ ഞെട്ടിപ്പോയ ചില സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു ആ ഒരു രീതിയൊക്കെ തന്നെ ഇതിനകത്ത് കൊണ്ടുവന്നുള്ള അത്ര സെറ്റപ്പിൽ തന്നെ ഇത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്കൊന്ന്. അതിനകത്ത് ആ ഒരു നമ്മുടെ ഈ സ്നേക്കൊക്കെ ഉണ്ട്, മരുഭൂമിയിൽ കാണുന്ന സ്നേക്സിനെയൊക്കെ കറക്റ്റായിട്ട് ആ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അതേകൂട്ട് അത് മാത്രമല്ല നമുക്ക് കാണാം ഇതിനകത്ത് പൃഥ്വിരാജ് ഓടുന്ന രംഗങ്ങളൊക്കെ നമുക്കിനകത്ത് കാണാം. എനിക്ക് തോന്നുന്നു ആ ഒരു ലൈഫിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് ഓടുന്ന ഒരു രംഗമാണെന്നാണ് നമുക്ക് ആ ഒരു രംഗം കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ എങ്ങനെയോ വന്ന് പെട്ടുപോകുന്ന
ഒരാൾ ജോലിക്ക് വേണ്ടി ഗൾഫിൽ വരുന്നു, അങ്ങനെ വന്ന് പെട്ടുപോകുന്ന ഒരാളുടെ ഒരു കഥയായിരിക്കണം ഒരു പക്ഷേ ഇത് കേട്ടോ. എന്തായാലും അതിൻ്റെ ഒരു എന്താണ് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം നല്ല മനോഹരമായിട്ട് തന്നെ ആ ഒരു എല്ലാം എന്താണ് ബാക്ക്ഗ്രൗണ്ട് എല്ലാം അത്ര സെറ്റപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ബ്ലസ്സിയുടെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പ്രാവശ്യത്തെ ഈ ഒരു സിനിമ റിലീസായതിനു ശേഷം നമ്മുടെ ഈ അവാർഡുകളെല്ലാം തൂത്തുവാരി കൊണ്ടുപോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും രക്ഷയില്ല. എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി എല്ലാവരെ പോലും ഞാനും കാത്തിരിക്കുന്നു. അടിപൊളി പടമായിരിക്കും. കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അറബിക്കഥ, അതേ കൂട്ട് തന്നെ എന്താണ് ഗദാമ, അങ്ങനെ കുറേ പടങ്ങൾ ആ ഒരു രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കടത്തി വെട്ടുന്ന ഒരു പടം തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ആടുജീവിതം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഏതായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എല്ലാവരെ പോലും ഞാനും കാത്തിരിക്കുന്നു. നല്ലൊരു വീഡിയോ വീണ്ടും വരാം. സൈനിങ് ഓഫ് നൗ ടോക്സ്. ഗുഡ് ബൈ.